ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 17-ാം അധ്യായത്തിന്റെ 37-ാമത്തെ വാക്യത്തിൽ ദാവീദ് ഇപ്രകാരം പറയുകയാ: സിംഹത്തിന്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ച യഹോവ ഈ ഫെലിസ്ത്യന്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കും എന്ന് പറഞ്ഞു. യഹോവ എന്നെ രക്ഷിക്കും. ഇസ്രയേൽ ജനം വലിയൊരു പ്രതിസന്ധിയുടെ നടുവിലായിരിക്കുകയാണ്. ഫെലിസ്ത്യ മല്ലനായ ഗോലിയാത്ത് ഇസ്രയേൽ ജനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അവരെ തകർക്കുവാനായിട്ട് നിൽക്കുമ്പോൾ ഈ ഗോലിയാത്തിനെ തോൽപ്പിച്ച് ജയം നേടുവാൻ ഇസ്രയേൽ നിരകളിൽ ഒരു വ്യക്തി പോലും ഇല്ലെന്നിരിക്കെ ഈ പ്രതിസന്ധിയെ നേരിട്ട് അതിന്മേൽ ജയം നേടുവാൻ ബാലനായ ദാവീദിനെ യഹോവയായ ദൈവം ബലപ്പെടുത്തുകയാണ്. ഗോലിയാത്തിന്റെ മേൽ ജയം നേടുന്ന ബാലനായ ദാവീദിനെ നാം ഇവിടെ കാണുന്നു. സ്തോത്രം. ജീവിതത്തിന്റെ ചില പ്രതിസന്ധികളുടെ നടുവിൽ, വേദനകളുടെ നടുവിൽ, കണ്ണുനീരിന്റെ നടുവിൽ ഞാൻ എങ്ങനെ ഈ പ്രതിസന്ധിയെ മറികടക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് വേദനിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനം പറയുന്നു, ദാവീദിന്റെ ദൈവം ഇന്നും ജീവിക്കുന്നു. ദാവീദിന്റെ ദൈവം ഇന്നും ജീവിക്കുന്നു. നിന്റെ നേരെ വരുന്ന പ്രതികൂലങ്ങൾ എത്ര വലുതുമാകട്ടെ, നിന്നെ തകർക്കുവാൻ വരുന്ന പ്രതിസന്ധികൾ എത്ര വലുതുമാകട്ടെ, അതിന്മേൽ ജയം നേടുവാൻ നിന്റെ ദൈവം നിന്നെ ശക്തീകരിക്കും. ദൈവം നിന്റെ കൂടെ ഉണ്ടാകും. ദൈവത്തിൽ വിശ്വസിക്കുക, അടിയുറച്ച് ദൈവത്തിൽ വിശ്വസിക്കുക. ഇവിടെ ദാവീദ് മല്ലനായ ഗോലിയാത്തിനെ എതിരിടുവാനായിട്ട് പോകുമ്പോൾ ദാവീദിന് നേരിടേണ്ടി വരുന്ന ചില പ്രയാസങ്ങളുണ്ട്. അവന്റെ സഹോദരനായ ഏലിയാബ് ദാവീദിനോട് പറയുന്നു, നിന്റെ അഹങ്കാരവും നിഗളഭാവവും ഒക്കെ എനിക്കറിയാം, പട കാണുവാനായിട്ടല്ലേ നീ ഇവിടെ വന്നത്. അവനെ പരിഹസിക്കുന്ന, നിന്ദിക്കുന്ന, അവനെതിരെ സംസാരിക്കുന്ന അവന്റെ ജ്യേഷ്ഠ സഹോദരനെ നാം അവിടെ കാണുകയാ. പലപ്പോഴും വിശ്വാസത്തിന് വേണ്ടി നീ നിലകൊള്ളുമ്പോൾ പരിഹാസങ്ങളും നിന്ദകളും ഹൃദയത്തിനെ മുറിവേൽപ്പിക്കുന്നതായ വാക്കുകളുമൊക്കെ നിന്റെ ജീവിതത്തിൽ നിനക്ക് കേൾക്കേണ്ടതായിട്ട് വന്നേക്കാം. എന്നാൽ നീ പതറിപ്പോകരുത്. ആമേൻ. പരിഹസിച്ചവരുടെ മുൻപിൽ നിനക്ക് ജയം നൽകുന്നൊരു ദൈവമുണ്ട്. തുടർന്ന് ശൗൽ രാജാവിന്റെ അടുക്കിലേക്ക് പോകുമ്പോൾ ഇതാ ശൗൽ രാജാവും ദാവീദിനോട് പറയുന്നു, അല്ലയോ ദാവീദേ, നിനക്ക് കഴിവില്ല, നിനക്ക് ബലമില്ല, നിനക്ക് ശക്തിയില്ല, നീ ഒരു ബാലനാണ്. ഈ മല്ലനായ ഗോലിയാത്തിനെ എതിരിട്ട് തോൽപ്പിക്കുവാൻ നിനക്കതിനുള്ള ബലവോ ശക്തിയോ ആരോഗ്യമോ ഒന്നുമില്ല. അവൻ ചെറുപ്പം മുതൽ ഒരു മല്ലനാണ്, വില്ലാളിയാണ്, വീരനാണ്. എന്നാൽ നീ ഒരു കൊച്ചു ബാലനാണ്. നിനക്കതിനുള്ള കഴിവില്ല, യോഗ്യതയില്ല. പ്രതിസന്ധികളുടെ മുൻപിൽ നിൽക്കുമ്പോൾ പലരും നമ്മളോട് പറഞ്ഞെന്നിരിക്കും, നീ എങ്ങനെ ഈ പ്രതിസന്ധിയെ മറികടക്കുമെന്നൊന്ന് കാണട്ടെ. നിനക്കതിനുള്ള കഴിവുണ്ടോ? നിനക്കതിനുള്ള യോഗ്യതയുണ്ടോ? നിനക്കതിനുള്ള അധികാരമുണ്ടോ? നിനക്കതിനുള്ള സമ്പത്തുണ്ടോ? നിനക്കതിനുള്ള ശക്തിയുണ്ടോ? പ്രിയപ്പെട്ടവരെ, ധൈര്യമായി പറയുവാൻ കഴിയണം, എനിക്ക് സമ്പത്തില്ല, അധികാരമില്ല, ഒന്നുമില്ല. എന്നാൽ എനിക്കുണ്ട് അഖിലാണ്ടത്തിൻ്റെ ഉടയവനായ ദൈവം. എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. ധൈര്യമായി പറയാൻ കഴിയണം. പരിഹാസത്തിന്റെ മുൻപിൽ പതറിപ്പോകുന്നവന് വിജയം നേടുവാൻ കഴിയുകയില്ല. ആമേൻ. നിനക്ക് കഴിവില്ല, യോഗ്യതയില്ല എന്ന് പറയുമ്പോൾ അത് കേട്ട് പിന്മാറി പോകുന്നവന് ഒരിക്കലും ശത്രുവിന്റെ മേൽ ജയം നേടുവാൻ സാധ്യമാകുകയില്ല. ജീവനുള്ള ദൈവത്തിൽ ആശ്രയിക്കുക. എനിക്കെൻ്റെ ദൈവമുണ്ട്. സ്തോത്രം. എനിക്ക് ബലമില്ലെങ്കിലും എൻ്റെ ദൈവത്തിന് ബലമുണ്ട്, എൻ്റെ ദൈവത്തിന് ശക്തിയുണ്ട്. ആ ദൈവം എൻ്റെ കൂടെയുണ്ടെങ്കിൽ ഈ പ്രതികൂലങ്ങളുടെ മേൽ ഞാൻ ജയം നേടുവാൻ ഇടയായിത്തീരും. എല്ലാവരും പകച്ചു നിൽക്കുമ്പോൾ, സ്തോത്രം, ദൈവജനമേ, നീ ജയം നേടുന്നുണ്ടെങ്കിൽ നിന്റെ ദൈവം നിന്റെ കൂടെയുണ്ട്.
ആ ഗോലിയാത്തിനെ എതിരിടുവാനായിട്ട് പോകുമ്പോൾ ശൗൽ രാജാവിൻ്റെ ഈ പടച്ചട്ടയും രാജാവിൻ്റെതായിരിക്കുന്ന താമര ശിരസ്ത്രമൊക്കെയും ദാവീദിന്റെ തലമേൽ വെച്ചു. അവന്റെ പടയങ്കി ദാവീദിനെ ധരിപ്പിച്ചു. അവിടെ പറയുകയാ, എനിക്കിത് ശീലമില്ല രാജാവേ, എനിക്കിത് ശീലമില്ല. രാജാവിന്റെ പടയങ്കി എനിക്ക് വേണ്ട, രാജാവിന്റെ ശിരസ്ത്രം എനിക്ക് വേണ്ട, എനിക്കിതൊന്നും ശീലമില്ല. ദൈവ പൈതലേ, നീ വിശ്വാസത്തോടെ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ പ്രാർത്ഥനയോടെ നിൽക്കുമ്പോൾ പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞുകൊണ്ട് വരും. ഇന്നിടത്ത് പോയാൽ, ഇന്ന വിശ്വാസം മുറുകെ പിടിച്ചാൽ, അതേ ഇന്ന കാര്യങ്ങളെയൊക്കെ നീ ചെയ്താൽ, അതേ നിനക്കൊരു പക്ഷേ ജയം നേടുവാൻ കഴിയും. ധൈര്യമായി പറയാൻ കഴിയണം, ഇതൊന്നും എനിക്ക് ശീലമില്ല, ഇതൊന്നും എനിക്ക് ശീലമില്ല. എനിക്കെൻ്റെ ദൈവമുണ്ട്. എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. ആ ദൈവം എനിക്ക് ജയം തരും. ദൈവത്തിന് സ്തോത്രം. ആ ദൈവം എനിക്ക് ജയം തരും. ഇന്ന് നിന്നെ തകർക്കുവാൻ നിൽക്കുന്ന പ്രശ്നങ്ങൾ എന്തുമാകട്ടെ, നിന്റെ ജീവിതത്തിന്റെ മുൻപിൽ വെല്ലുവിളിയോടെ നിൽക്കുന്ന പ്രതിസന്ധി എന്തുമാകട്ടെ, ജീവനുള്ള ദൈവത്തിൽ നീ ആശ്രയിക്ക്. ആ ദൈവത്തിന്റെ സന്നിധിയിൽ നീ മുട്ടുമടക്ക്. നിന്റെ വേദനകളും സങ്കടങ്ങളും ഈ ദൈവത്തോട് നീ പറയ്. ആമേൻ. മല്ലനായ ഗോലിയാത്തിന്റെ മേൽ ബാലനായ ദാവീദിനെ ജയം നേടുവാൻ ദാവീദിനെ ശക്തീകരിച്ച ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവം ഇന്ന് പകൽക്കാലം നിന്റെ പ്രതിസന്ധികളുടെ മേൽ, നിന്നെ തകർക്കുവാൻ നിൽക്കുന്ന വെല്ലുവിളികളുടെ മേൽ ജയം നൽകുവാൻ ശക്തനായ ദൈവമാണ്. ഉറപ്പോടെ വിശ്വസിച്ച് പ്രാർത്ഥിക്ക്, വിശ്വാസത്തോടെ പ്രാർത്ഥിക്ക്. ജീവനുള്ള ദൈവത്തിൽ നീ ആശ്രയിക്ക്. നിന്റെ ആശ്രയം ദൈവമായിരിക്കട്ടെ, നിന്റെ വിശ്വാസം നിന്റെ ദൈവത്തിലായിരിക്കട്ടെ, നിന്റെ പ്രാർത്ഥന നിന്റെ ദൈവത്തോട് മാത്രമാകട്ടെ. ജയം നൽകുവാൻ കഴിയുന്ന ദൈവം ഇന്ന് പകൽ ജീവിക്കുന്നു.